ഇനിയിപ്പോൾ എന്താ പറയുക, 1 ഏക്കർ ഭൂമി വേണ്ടടുത്ത് നമുക്ക് ഇവിടെ 10 സെൻറ്റ് സ്ഥലം മതി. പിന്നെ മണ്ണ് വേണ്ട എന്നുള്ളതാണ് വലിയ അഡ്വാൻറ്റേജ്. അപ്പോൾ ഭൂമിയുള്ളവർക്ക് അവർ സാമ്പത്തികം മുടക്കേണ്ട കാര്യമില്ല. പാടവും പറമ്പും ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഹൈഡ്രോപോണിക്സ് കൃഷിരീതിയെക്കുറിച്ചാണ്. അപ്പോൾ ഈ കൃഷിരീതി നമുക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി നമ്മൾ എത്തിയിട്ടുള്ളത് സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഹൈഡ്രോപോണിക്സ് ഫാമിലാണ്. ഇത് കൽപ്പറ്റയിലാണ്. കൽപ്പറ്റയിലെ ഈ ഫാമിൻ്റെ ഉടമസ്ഥനും ഒരു വ്യത്യസ്തനായൊരു ഉടമസ്ഥനാണ് നമ്മളെ സ്വന്തം ബോച്ചെ. അപ്പോൾ ബോച്ചെ ഇവിടെ കൃഷിയൊക്കെ നോക്കി ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബോച്ചേൻ്റെ അടുത്തേക്ക് പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചോദിക്കാം. എന്തൊക്കെ പരിപാടി ബോച്ചെ? കൃഷിയൊക്കെ എങ്ങനെ പോകുന്നു? കൃഷി എന്റെ മാനം കാത്തു. Boche the farmer. Conquer the world with love. Love you everybody. You're on Boche. ആദ്യം ഹൈഡ്രോപോണിക്സ് തൈനടലും വിളവെടുപ്പുമാണ്. ബോച്ചെ തന്നെ വിളവെടുപ്പിനായി ഇറങ്ങി, ഒപ്പം ഞങ്ങളും. പോച്ച നടന്നു. ഇത് സാധനം കഴിക്കാം. പച്ചയ്ക്ക് വാട്ടിയിട്ട് പേടിക്കായിട്ട് കഴിക്കാം. ഇത് കഴിച്ചാൽ ആരോഗ്യം നല്ല ജഗന്നിരിക്കും, ചികിന്നിരിക്കും. ഇത് ഇങ്ങനെ നടാനും പറിക്കാനും ഒക്കെ വളരെ ഈസിയാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതിങ്ങനെ വരലാണ്ടൊരു തുളയിട്ട് കൊടുക്കുക. ആ തുളയിൽ ഇതിങ്ങനെ പതുക്കെ അമർത്തി വെക്കുക. സിമ്പിൾ. എപ്പോൾ ഉണ്ടായെന്ന് പറഞ്ഞാൽ മതി. സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഈ ഹൈഡ്രോപോണിക്സ് ഫാമിൽ കയറ്റുമതി നിലവാരത്തിലുള്ള കാപ്സിക്കം, ലെറ്റ്യൂസ്, സാലറി തുടങ്ങിയവയാണ് കൃഷി ചെയ്യുന്നത്. ഉയർന്ന ഉൽപാദനമായിരുന്നു ആദ്യ വിളവെടുപ്പിൽ തന്നെ ഫാമിൽ ലഭിച്ചത്. ബോച്ചയെപ്പോലെ തന്നെ വ്യത്യസ്തമായിരുന്നു ഫാമിലെ വിളവെടുപ്പ് മഹോത്സവവും. സൊസൈറ്റിയുടെ പ്രൊമോട്ടറും 812 കിലോമീറ്റർ റൺ യൂണിക് വേൾഡ് റെക്കോർഡ് ജേതാവും ലോക സമാധാനത്തിനുള്ള ഗിന്നസ് റെക്കോർഡ് ജേതാവുമായ ബോച്ചെ പരമ്പരാഗത കർഷകരുടെ വേഷത്തിൽ പാളത്തൊപ്പിയും വെച്ച് മുറവും തൂമ്പയുമെടുത്ത് ട്രാക്ടറിൽ വന്നിറങ്ങിയാണ് വിളവെടുപ്പ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. വിഷടിക്കാത്ത സൂപ്പർ സാധനം. കഴിച്ചു കഴിഞ്ഞാൽ വളരെ ഫ്രഷ് ആയിട്ട് ഹെൽത്തി. ഇതിപ്പോ ക്യാപ്സിക്കം 1 മാസം മുമ്പ് വിളവെടുത്തതാ.
കണ്ട ഇപ്പൊ വീണ്ടും അതിന്റെ വന്നു തുടങ്ങി കാപ്സിക്കം. ഇനിയിപ്പോ അടുത്ത മാസം ആകുമ്പോഴേക്കും വീണ്ടും നമുക്ക് ഇതിൽ നിന്ന് കാപ്സിക്കം കിട്ടും. കണ്ടില്ലേ ഇതുപോലെ. അതാണ് 2 മാസം ആകുമ്പോഴേക്കും വീണ്ടും വിളവെടുക്കാം. ഗാർഹിക കൃഷി ഗവേഷണ കേന്ദ്രം കൂടി ഫാമിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. സ്വന്തമായി ഭൂമിയുള്ളവർക്ക് ഇത്തരത്തിൽ കൃഷി ചെയ്യാനുള്ള സാങ്കേതിക സഹായവും ലോണുകളും മലങ്കര സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നൽകി വരുന്നുണ്ട്. ഒക്കെ പോവും, നഷ്ടം. കോസ്റ്റ് അത്രയും ചെലവാക്കിയിട്ട് ഇനി ചില കാര്യങ്ങൾ വളർത്തിയെടുക്കുമ്പോൾ വിലയില്ലാണ്ടാവും. അപ്പൊ ഞങ്ങളുടെയൊക്കെ തറവാട്ടിലൊക്കെ മുമ്പ് കൊക്ക വളർത്തി, വളർന്നു വന്ന സമയത്ത് കൊക്കയ്ക്ക് വിലയില്ല. അപ്പൊ ഞാൻ കണ്ട് കൊക്കയൊക്കെ വെട്ടിക്കളയുന്ന ഞാൻ കാണുന്നു. റബ്ബർ ഒരു കാലത്ത് വിലയുണ്ട്,
വിലയില്ല പിന്നെ വിലയില്ല. അങ്ങനെ. കുരുമുളക് അതുപോലെ അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കാലാവസ്ഥ ബാധകമല്ല. പ്രശ്നമല്ല. നമ്മളെല്ലാ ടെമ്പറേച്ചറൊക്കെ കൺട്രോൾ ചെയ്ത് കാറ്റോ മഴയോ ഒന്നും ഇതിനെ ബാധിക്കുന്നില്ല. പിന്നെ വെള്ളം മറ്റ് കൃഷിയെ സംബന്ധിച്ച് ഒരു 85% വെള്ളം കുറവ് മതി. വെള്ളം കുറവ് മതി. റീസൈക്കിൾ ചെയ്തിട്ട് ഇപ്പോഴത്തെ ഒരു നമ്മളെ അവസ്ഥ വെച്ചിട്ട് വെള്ളത്തിന്റെ ഒരു സംരക്ഷണം കൂടിയാണ് ഇതിലൂടെ നടത്തുന്നത്. ആവശ്യമില്ലാതെ നമ്മൾ വെള്ളം പാഴാക്കുന്ന പോലുമില്ല. അപ്പം അങ്ങനത്തെ ഒരുപാട് വളരെ പിന്നെ ഒത്തിരി ഗുണങ്ങളാണ്. മാത്രമല്ല ഇത് ഡിമാൻഡുള്ള സ്ഥലം കേരളത്തിലും ഫോറിൻ കൺട്രീസിലൊക്കെ എപ്പോഴും ഡിമാൻഡിലാണ്, പ്രത്യേകിച്ച് വിഷമടിക്കാത്ത സാധനം. അപ്പോൾ വിലയുള്ളതും എന്നും ഡിമാൻഡുള്ളതും. ഇനി ഇതൊക്കെ കഴിഞ്ഞ് പച്ചക്കറി സാധാരണഗതിയിൽ ആൾക്കാർ ഉണ്ടാക്കി കയ്യിലെടുത്ത് കഴിയുമ്പോൾ പിന്നാലെ നടന്ന് കടം കൊടുത്ത് നടക്കേണ്ട അവസ്ഥകളുണ്ട്. ഇത് ആൾക്കാർ നമ്മുടെ പിന്നാലെയാണ്, റെഡിയാണ്, ആവശ്യക്കാർ റെഡിയാണ്, എപ്പോഴും റെഡിയാണ്. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഇതിൽ നിന്നുണ്ട്. നഷ്ടസാധ്യത ഇല്ല എന്ന് തന്നെ പറയാം, വളരെ കുറവാണ്. മറ്റേത് 99% ഇവിടെയാണെങ്കിൽ 1%, അതും ഞാൻ ഇതുവരെ എക്സ്പീരിയൻസിലൊന്നും നഷ്ടസാധ്യത ഒന്നുമില്ല. 10-30% ഒരു മിനിമം 30% മുകളിലേക്ക് നമുക്ക് പ്രോഫിറ്റ് കിട്ടാവുന്ന ഒരു സംഭവമാണ്. നല്ലൊരു നമുക്ക് ജോലിക്കാരുടെ അധ്വാനവും കുറവായിരിക്കും. ജോലിക്കാർ വളരെ കുറവ്, തൊഴിലൊന്നും ആവശ്യമില്ല, ഒക്കെ ഓട്ടോമാറ്റിക് ആണ്. ഇതും ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ ഇതിന്റെ ഉള്ളിലെ ടെമ്പറേച്ചർ അടക്കം മൊത്തത്തിൽ കൺട്രോൾ ചെയ്തിട്ടാണ് എല്ലാ കാലാവസ്ഥ. ഇനി എന്ത് പ്രളയം വന്നു കഴിഞ്ഞാൽ എന്തുണ്ടായാലും കുഴപ്പമില്ല, യാതൊന്നുമില്ല. അങ്ങനത്തെ ഇതാണ് ഒരുപാട്. പിന്നെ മാത്രമല്ല നമ്മളിപ്പോൾ ഒരുപാട് എൻക്വയറി വന്നിട്ടുണ്ട് നമുക്ക്. നമ്മളുമായിട്ട് നമ്മുടെ ഇതുണ്ടല്ലോ മലങ്കര സൊസൈറ്റി ഉണ്ട്, അതുമായി ചേർന്ന് ഒരുമിച്ച് കൃഷി ചെയ്യാൻ ജോയിന്റ് വെഞ്ചർ ഉള്ള ഒരു സംവിധാനം. വയനാട്ടിലെ ആദ്യത്തെ, അതായത് കേരളത്തിലെ ആദ്യത്തെ പ്രൊജക്റ്റാണ് ഇത്. സൗത്ത് ഇന്ത്യയിലെ വെർട്ടിക്കൽ ബിഗ്ഗസ്റ്റ് പ്രോജക്റ്റ് ആണ്. വയനാട്ടിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ചെയ്യുന്നത് എന്നാണ്. ഇനി എല്ലാ ജില്ലകളിലേക്കും വ്യാപിപ്പിക്കാൻ പോകും. അത് ഞങ്ങൾ ജോയിന്റ് വെഞ്ചറായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ വേറെയൊരു ഗുണം ജോയിന്റ് വെഞ്ചർ എന്ന് പറയുമ്പോൾ ഇത് മാത്രമല്ല, ഇപ്പോൾ ഭൂമിയുള്ളവർക്ക് അവർ സാമ്പത്തികം മുടക്കേണ്ട കാര്യമില്ല. നമ്മൾ ഈ മലങ്കര സൊസൈറ്റിയിൽ നിന്ന് ലോണ് കൊടുത്തിട്ട് കൃഷി ചെയ്യാം. മാത്രമല്ല ഈ രണ്ട് വരുമാനമുണ്ട്. ഇപ്പോൾ വേറെയൊരു സംഭവമുണ്ട്, ഒരുപാട് പേര് അതിൻ്റെ എൻക്വയറി ആയിട്ട് വരുന്നത്. കൃഷിക്കൊപ്പം വരുമാനം മാത്രമല്ല, ആ ഭൂമി ഉള്ളത് കൊണ്ട് ആ ഭൂമി സെക്യൂരിറ്റി ആയിട്ട് വെച്ചുകൊണ്ട് നമ്മുടെ ജ്വല്ലറി ബ്രാഞ്ചുകളിൽ പുതിയ പുതിയ ജ്വല്ലറി സ്ഥാപനങ്ങൾ, ഞങ്ങളുടെ ബാങ്കിങ് NBFC ബ്രാഞ്ചുകൾ, ടൂറിസം എന്ന് തുടങ്ങി ഞങ്ങളുടെ പല പല ബിസിനസ്സുകളിലും അവർക്ക് പങ്കാളിയാവാം മുതൽ മുടക്കാതെ. അപ്പോൾ ഈ ഭൂമി ഉണ്ടെങ്കിൽ കൃഷിക്കും മുതൽ മുടക്കണ്ട, ഞങ്ങളുടെ മറ്റ് ബിസിനസ്സുകളിൽ പാർട്ട്ണർ ആവാനും മുതൽ മുടക്കണ്ട. രണ്ട് തരത്തിലുള്ള വരുമാനം കിട്ടും. ഭൂമിയെ ശരിക്കും ഉപയോഗിക്കാം. ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. ഇപ്പോൾ വളരെ ചുരുങ്ങിയ ഇതിലൊക്കെ നമ്മൾ ലോണും ഫെസിലിറ്റീസും കൊടുത്തിട്ട് ജോയിൻ്റ് ആയിട്ട് ബിസിനസ്സും കൃഷി ചെയ്യാനുള്ള അവസരങ്ങളാണ്. ഒരുപാട് ലാൻഡൊക്കെ വെറുതെ കിടന്നിട്ട് ഒന്നും ചെയ്യാതെ കിടക്കുന്നു, കൃഷി ചെയ്തിട്ട് നഷ്ടം, ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ നമ്മളത് വെൽ സ്റ്റഡി. യുവാക്കൾക്കൊക്കെ ജോലി ഇല്ലാത്തവർക്ക് പോലും ഇങ്ങനെ ഒരു സാധനം തുടങ്ങിയാൽ ഉഷാറായിട്ട് കൃഷിക്കാരനും ആവാം, എന്നെ പോലെ ബിസിനസ്മാനും ആവാം. രണ്ടിനും അവസരമുണ്ട് നമ്മുടെ ഒപ്പം. അതുകൊണ്ട് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത്യാവശ്യം സത്യസന്ധരും എന്തായാലും എല്ലാ സപ്പോർട്ടുകളും ഇങ്ങനെ പുതുതായിട്ട് വരുന്ന കർഷകർക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. അതിനിപ്പോൾ ഒരു നമ്പർ എൻക്വയറിക്ക് ഞാൻ കൊടുത്ത ഒരു നമ്പർ ഞാൻ കൊടുത്ത അതിൽ നിറച്ച് എൻക്വയറി വന്നിരിക്കുക. അപ്പോൾ ഞാൻ വേറൊരു നമ്പർ ഉണ്ട്, ആ നമ്പർ ഞാൻ പറഞ്ഞുതരാം. 9072597816. ഒന്നുകൂടെ പറയാം, 90 725 97 816. ഇതിൽ വാട്സപ്പ് ഇടണം, നിങ്ങളുടെ പേര്, സ്ഥലം, എത്ര സ്ഥലമുണ്ട്, എന്താണ് നിങ്ങളുടെ ആവശ്യം, ലോൺ വേണോ, കൃഷി മാത്രമാണോ നിങ്ങളുടെ ഉദ്ദേശം, അല്ലെങ്കിൽ നമ്മളുമായി ചേർന്ന് കൃഷിക്കൊപ്പം മറ്റ് ബിസിനസ്സുകളിലും പങ്കാളിയാവാൻ താല്പര്യമുണ്ടോ എന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾ വാട്സപ്പ് ഇടണം. കാരണം നമ്പറുകൾ ഇങ്ങനെ വരുമ്പോൾ നമുക്കത് നോട്ട് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ട് വരും. ഓക്കെ. അപ്പോൾ ഇനി ഞാൻ നമ്മളെ ഈ കൃഷിയിൽ നിന്ന് മാറിയിട്ട് ബോച്ചേൻ്റെ ഒരു കുട്ടിക്കാലത്തെ കൃഷി, അതായത് ബോച്ചെ വളർന്നു വന്ന സാഹചര്യത്തിലൊരു കൃഷി, അതൊക്കെ എങ്ങനെയായിരുന്നു? കുട്ടിക്കാലത്തെ കൃഷി എന്ന് പറഞ്ഞാൽ കുട്ടിക്കൃഷി. കുട്ടിക്കാലത്ത് ഒരു പിടിയുണ്ട്. ഏത് മേഖലയാണ് ഞാൻ എടുക്കേണ്ടതെന്നാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. നമ്മളിപ്പോൾ സ്പോർട്സ് രംഗത്തുണ്ട്, ചട്ടമ്പി രംഗത്തുണ്ട്,
ഇതാദ്യം ഇവിടെ ഒരു ഞാനെടുത്തത് കുറച്ച് വർഷങ്ങൾ മുമ്പ് ഇവിടെ ഒരു പൂർ ഹോം തുടങ്ങിയിട്ടുണ്ട്, ഡെസ്റ്റിറ്റ്യൂട്ട് ഹോം. ആരുമില്ലാത്തവരെ അടുത്ത് പോറ്റുകയാണ്, മരുന്നും ഭക്ഷണമൊക്കെ കൊടുത്ത് ലൈഫ് ലോങ്. അത് ഓൾറെഡി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വിചാരിച്ചു സ്ഥലം വെറുതെ എടുക്കുകയാണ്, പിന്നെ അവർക്കും ഇടയ്ക്ക് വന്ന് ഇവിടെയൊക്കെ എൻഗേജ് ചെയ്യാനായിട്ടും നല്ലതാണ്, വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് നോക്കിയിട്ട് അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇവിടെ സൗകര്യമുണ്ട് എല്ലാം നല്ല. കൽപ്പറ്റ ജംഗ്ഷൻ്റെ അടുത്താണ്, ഫാത്തിമ ഹോസ്പിറ്റൽ തൊട്ടടുത്താണ് ഈ പ്രോപ്പർട്ടി ഉള്ളത്. അപ്പോൾ ബോച്ച ഉണ്ടായിരുന്നു. ബോച്ച ഉണ്ടെങ്കിൽ തന്നെ അറിയാലോ കളറായിരിക്കും. അത് ഈ എപ്പിസോഡ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ. ബോച്ചേൻ്റെ കുറേ കൃഷി വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അതേപോലെ നമ്മളിന്ന് ക്യാപ്സിക്കം കൃഷി രീതി, അത് ഹൈഡ്രോപോണിക്സ് രീതിയിലുള്ള ക്യാപ്സിക്കം കൃഷി രീതിയൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് ഈ കാണുന്ന പോലെ എന്താ പറയുക, ക്യാപ്സിക്കൊക്കെ ഇങ്ങനെ കാണുക എന്ന് പറയുന്നത് തന്നെ ഒരു അനുഭവമാണ്. നമ്മളെല്ലാം കടകളിലൊക്കെയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഒരു വ്യത്യസ്തമായൊരു കൃഷി രീതി എന്തായാലും ഈ ഒരു എപ്പിസോഡിലൂടെ പറയാൻ കഴിഞ്ഞത് വളരെ വലിയൊരു കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും അത് ക്യാപ്സിക്കൊന്നും കൃഷി ചെയ്യുന്ന ശരിക്കും നമുക്കൊന്നും എല്ലാവർക്കും ഇങ്ങനെ അറിയുന്ന കാര്യങ്ങളല്ല. കൂടുതലായിട്ടും ഈ കടകളിൽ വരുന്നുള്ളൂ. കാരണം പുറം നാട്ടിൽ നിന്നാണ് ക്യാപ്സിക്കൊക്കെ ഇങ്ങനെ നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നത്. ഇതിങ്ങനെ വയനാട്ടിൽ കൃഷി ചെയ്തെടുക്കുക എന്ന് പറയുന്നത്, അത് ബോച്ചേൻ്റെ ഒരു നേതൃത്വത്തിൽ കൃഷി നടക്കുക, അത് എന്താ പറയുക, ഒരു വലിയ കാര്യമാണ്. അപ്പോൾ എന്തായാലും പാടവും പറമ്പും ഈ എപ്പിസോഡിൻ്റെ ബാക്കി ഭാഗം അടുത്ത ആഴ്ച ഉണ്ടാവും. അതിൽ നമ്മൾ കുറച്ച് ലെറ്റ്യൂസ് അങ്ങനത്തെ ഇലകൾ കൃഷി രീതിയാണ്, അതും ഹൈഡ്രോപോണിക്സ് രീതിയിൽ തന്നെയാണ് കൃഷി ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അടുത്ത ആഴ്ച വരെ കാത്തിരിക്കുക. നന്ദി, നമസ്കാരം.